കഴിഞ്ഞ ഒരു വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഹരാസ്മെന്റിന്റെ ഒരു ഇരയാണ് ഞാൻ. നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് എടുത്തുകൊണ്ടുപോയ ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന ഭാര്യ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ വന്നിക്കണതേ കുണ്ടന്മാരെ കുറിച്ച് പറയാനൊന്നല്ല. ഈ വ്യക്തിനെ അപേക്ഷിച്ച് കുണ്ടന്മാരൊക്കെ എത്രയോ ഭേദമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ കുണ്ടന്മാരൊക്കെ ഓരോരുത്തരേക്കരം വെച്ചുകൊണ്ടിരിക്കുക. ഇവൻ എത്ര ആൾക്കാരെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് പടച്ചവനറിയാം. എന്നിട്ട് അതൊക്കെ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുക. അതൊക്കെ വലിയ മാസാണെന്നാ വിചാരം. ഇവൻക്ക് ആരെയും പേടില്ലല്ലോ. ഇവ അലാക്കിൻ്റെ വളിവീരനല്ലേ, അല്ല വില്ലാളി വീരനല്ലേ. ആരാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിൽ കരുതിയ ആള് ഓനെന്നെ പാത്തി. അത് പോട്ടെ, ഓ പാത്ത് തൂറ് എന്താച്ച ചെയ്യട്ടെ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ ഷെരീഫ് ഇവനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇവൻ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വൃത്തിയട്ട പരിപാടികളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്. അത് കണ്ട പാത്തി എന്ത് കാട്ടി, രാത്രി ആയപ്പോൾ തന്നെ എന്തൊക്കെയോ വലിച്ചു വാരി കയറ്റിയിട്ടേ തൊള്ളി തോന്നണ തെറിയൊക്കെ അങ്ങോട്ട് വിളിച്ചാണ്ട് പറഞ്ഞു. മറ്റേ സാധ്യതല്ലേ ഓളെ പോലെ, ഓള് കണ്ടം വഴി ഓടി. അത് പോട്ടെ, ഇവനക്കാണെങ്കിൽ ആകെ അറിയണത് തെറി പറയാൻ മാത്രമേ ഉള്ളൂ. അത് കേട്ടാൽ ദേഷ്യമല്ലേ തോന്നുക, അറപ്പാണ് തോന്നുക. അത്രക്കും വൃത്തിയട്ട തെറികൾ. അപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇവൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് എത്ര ഉള്ളൂ എന്ന്. ഇവൻ്റെ വൈഫ് ഇവനെ വിട്ട് പോകാനുള്ള ഒന്നാമത്തെ കാരണം ചിലപ്പോൾ അതായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാന കാരണമുണ്ട്, കോഴിത്തരം. കോഴിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ക്, പ്യാറ്, ലവ്. അത് സ്വന്തം ഭാര്യയോടല്ല, ബാക്കിയുള്ള ആൾക്കാരോട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഓനെന്നെ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോക്കി. പിന്നെ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞാല് ഇനിയിപ്പോ കുറേ ഉണ്ടാവും. ഞാൻ ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുക. ഞാൻ ചെയ്തതാണെങ്കിൽ ഞാനത് കാണും, ഞാനത് ചെയ്യും. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമും മറ്റേ ടിക്ടോക്കും വാട്സപ്പൊക്കെ മെസ്സേജ് അയക്കാളാ, അതയക്കണം. കല്യാണം എന്ന് വെച്ചാൽ സിംഗിൾ അല്ല. എനിക്ക് ആരെങ്കിലും ഇപ്പൊ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ് തരുവാണ് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യും, അപ്പൊ ഞാൻ ചിലപ്പോ മറ്റേ ഐ ലവ് യു ഇട്ടോ അല്ലെങ്കിൽ ഉമ്മ തരുവാണൊക്കെ ചോദിച്ചോണ്ട് വല്ല മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ കുത്തി പിടിച്ചാണ് കൊടുക്കുമ്പോൾ ആലോചിക്കുക, ഞാൻ വെറുതെ ഒന്നും ഉമ്മ തരുവാണ് ചോദിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് ഉമ്മ തന്നിട്ട് എന്നെ മൂടൊക്കെ വെച്ചിട്ടേക്കാരും ഞാൻ ചിലപ്പോൾ ഉമ്മ തരുവാണ് ചോദിക്കുക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ പാടായി. ഞാൻ ഒന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണ്. എന്റെ പൊന്നല്ലേ, മരുന്നിന് പോലും ഒരു സാധനം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പൊയ്ക്കണമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചിലപ്പോൾ നിങ്ങൾ പറമ്പിൽ എവിടെയും വന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ നിരപരാധിയാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇപ്പം എൻ്റെ യഥാർത്ഥ സ്വഭാവം. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാലേ കള്ളവടി വെക്കണ ആള്. ഇവൻ ഇങ്ങനെ നാടുകളെ കള്ളവടിയും വെച്ച് നടക്കുക. എന്നിട്ട് കുറ്റം മൊത്തം ആ പെണ്ണിനും. അല്ല ഇവനൊക്കെ അല്ലേ പല പെണ്ണുങ്ങളായിട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴേ നാട്ടിൽ ഇവനെയും കാത്തിട്ട് സാമ്പാറും ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കണം. അതന്നെയാണ് ആ പെണ്ണ് ഇട്ടിട്ട് പോകാനുള്ള പ്രധാന കാരണം. അല്ല നിങ്ങൾ തന്നെ പറയും, ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കുലിസിതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ അവൻ്റെ ഒപ്പം ജീവിക്കോ? ഇനിയിപ്പോൾ കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് വലിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പരമാവധി പെണ്ണുങ്ങൾ സഹിക്കും. പക്ഷെ മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള ബന്ധമല്ലേ ഒരു പെണ്ണും സഹിക്കൂല. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടേ 10-16 കൊല്ലം എൻ്റെ ഒപ്പം ജീവിച്ചില്ലേ, അതിനെ സമ്മതിക്കണം എന്തായാലും. എന്നിട്ട് ഓൻ ഇതൊക്കെ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുത്തുക്കുക. ഞാൻ അവിടെ പൊട്ടിച്ചിക്കണു, ഞാൻ അവിടെ ചാറ്റ് ചെയ്തിക്കണു. നാണണ്ടട ചങ്ങായി ആ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ. ആ ഷെരീഫിനെ അക്കണ്ട തെറിയൊക്കെ വിളിച്ചിക്കണ ആ കുട്ടികളെ മുന്നിൽ വെച്ചിട്ടാ. ആ വീഡിയോ ഞങ്ങൾ കണ്ടുക്കണോന്നറിയില്ല, അത്രക്ക് അറക്കണ വീഡിയോ ആണ്. മറ്റേ സാധ്യത കാട്ടിയ പോലെ കുട്ടികളടക്കം തെറി പറഞ്ഞുക്കണു. എന്നിട്ടാണ് അവന് കുട്ടികളെയും പാപ്പാൻ്റെയും മഹിമ പറഞ്ഞ് നടക്കണത്. എന്തൊക്കെ അടിച്ചു കയറ്റിയപ്പെട്ട വീഡിയോ ആണത്. അതതിൻ്റെ കെട്ടിറങ്ങിയപ്പോൾ അത് ഡിലീറ്റ് ആക്കി. ആ മട്ടും പുറത്ത് എന്തൊക്കെയാ പറഞ്ഞത്, ഞാനത് ഡിലീറ്റ് ആക്കൂല ഒക്കെ മറന്നിട്ടുണ്ടാവുകയെ. പിന്നെ ഓനക്ക് നല്ലോണം അറിയാം അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓനക്ക് തന്നെ പണിയാവുന്നു. പിന്നെ അതൊക്കെ എന്താ അറിയോ, കുടികാരം പേച്ച് പിടിഞ്ചാ പോച്ചെന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും ഇത് എങ്ങനെ വേണമെങ്കിലും നടന്നോ, അതൊക്കെ എൻ്റെ ഇഷ്ടം. പക്ഷെ അതിലൊക്കെ ഇപ്പം എൻ്റെ ഒരു മിരട്ടലുണ്ട്, അത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു തോന്നല്. ഇതൊന്നും ഉണ്ടോക്കി. കുട്ടികളുടെ മക്കളൊക്കെ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് ഓക്കെ. അസ്ഥിക്ക് കൊള്ളുമ്പോൾ തിരിച്ചതേ അസ്ഥിക്ക് ഞാൻ തരും. അത് പ്രതികരണത്തിന്റെ പല രീതികളുണ്ടാവും. ഞാൻ എങ്ങാനും ഇപ്പൊ കഞ്ചാവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇട്ട വ്യക്തി ഖത്തറിലുമാണെന്ന് വെച്ചെങ്കിലും എന്റെ പൊന്നു കാക്ക നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ ഒരെണ്ണത്തിന് തൂക്കിയിട്ടുണ്ടാവും. മനസ്സിലായോ? അത് പണ്ട് നിങ്ങളെ വീട്ടില് ഒരാൾ വന്നാണ്ട് ഇറങ്ങി ഓടിയുള്ള പറിച്ചിട്ടുണ്ടാവര് ഒന്നുമില്ല. ഞാന് ജസ്റ്റ് ആയിട്ട് വളരെ നൈസായിട്ട് എവിടെയും ആരെങ്കിലും നെഞ്ചത്തിൽ കയറ്റി വിടും. പിന്നെ ഒരു 12 കൊല്ലം ജയിലിൽ കിടക്കണ്ടല്ലേ. ഒന്ന് പൈക്കരിക്കാം അവിടുന്ന്. മാസ് ഡയലോഗൊക്കെ നല്ലതാ, പക്ഷെ എന്നെ പോലുള്ള കോഴികൾക്കില്ലേ അത് പറ്റിയ പണിയല്ല. ഇതൊന്നും എനിക്ക് തീരെ ചേരുന്നില്ല. ഓൻ്റെ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട് കുട്ടികളെ മേത്ത് കൂടെ വണ്ടി കയറ്റുന്നു. 3 കുട്ടികളെ വാപ്പയാണ് ഈ പറയണത്. അപ്പം തന്നെ മനസ്സിലായിക്കൂടെ ഓൻ്റെ ക്രിമിനൽ മൈൻഡ് എന്താണെന്ന്. അനക്ക് അത്രക്ക് ഉറപ്പുണ്ടെങ്കിലേ ഇതൊന്ന് വന്നു നോക്കാൻ എൻ്റെ വണ്ടി കൊണ്ട് വരുന്നുള്ള ഓർമ്മ ഉണ്ടാകുക.
എൻ്റെ വണ്ടി ഉണ്ടാവില്ല, എൻ്റെ അണ്ടി ഉണ്ടാവില്ല. ഓൻ്റെ ഒരു മാസ് വർത്താനം മനസ്സിനെ ചെറുപ്പിക്കാനായിട്ട് അണ്ടി വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കേ ആ കുട്ടികളെ ഒരു മറയാക്കി അവിടെ നിർത്താതെ അയറ്റാളെ അമ്മാക്ക് വിട്ടുകൊടുക്ക്. അതെങ്ങനെയല്ലേ ഇവൻ സമ്മതിച്ചു കഴിഞ്ഞാലേ ഇവന്റെ ചാറ്റിങ് അമ്മായികൾ സമ്മതിക്കണ്ടേ? ഇവന്റെ സകല വീഡിയോക്കും താഴെ കുറച്ച് അമ്മായിമ്മമാര് കമന്റ് ഇടാണ്ട് അവള് പോയത് നന്നായി, ഇപ്പോഴാണ് കുട്ടികൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിലെന്ന്. ഏതാ ഈ കൈകളിലേ? ഇവർക്കൊക്കെ എന്തിന്റെ കേടാന്നറിയോ? സ്വന്തം അമ്മാൻ്റെ നിന്ന് മക്കളെ പിരിച്ചേക്കുമ്പോൾ ഒരു മനസുഖം കിട്ടാണ്ട് ഒരു തരം സൈക്കോ സുഖം. ഇനിയിപ്പോൾ അതും ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ട. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പൊട്ടന്മാരെ വേറൊരു വെർഷനാണ്. അന്നെ എന്തായാലും അവൾക്ക് 100 വട്ടം വേണ്ട, അത്രക്ക് അനുഭവിച്ചിട്ടുണ്ടാവുകയും. ഇവന്റെ ജീവിതത്തിൽ നിന്ന് അവള് പോയിട്ടുപോയി അതിന്റെ പച്ചർച്ച ഇന്നലെ ഓനക്ക് പണി. ഇവന്റെ ചില വീഡിയോകളിലൊക്കെ അതിനെ പരമാവധി നാട്ടിച്ചാൻ പറ്റുന്നിടത്തോളൊക്കെ നാട്ടിച്ചുക്കണു. എന്നിട്ട് അതൊക്കെ കണ്ടിട്ട് കൈയടിക്കാൻ കുറെ അമ്മായിമ്മമാര്. എന്തൊരു കഷ്ടമാണ് നോക്കിയ കണി. പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. എന്തായാലും ആ പെണ്ണ് വളരെ വിഷമത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോക്കാം. ഒരുപാട് കാലം ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട്. കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഞാൻ നാട്ടും പുറത്തുകാരിയാണ്, ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ്. ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിങ്ങും കാര്യമില്ലാത്തവര് എന്നെ ജീവിതത്തിൽ ഇങ്ങനെ കറിവേപ്പിലെടുത്തുന്ന പോലെ അപ്പുറത്തേക്ക് എടുത്തിട്ട് 33-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 14 വർഷമായിട്ട് ഇയാളുടെ ലൈഫിൽ ഞാനുണ്ട്. 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പൊ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കണ നാട്ടിൽ വന്നിട്ട് മക്കൾ എടുത്തോണ്ട് പോയി, എന്റെ അറിവോ സമ്മതമോ ഒന്നും ഇല്ലാതെ. ഇപ്പൊ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ. എനിക്ക് തെറിയ അഭിഷേകമാണ്. ഇയാള് ഇപ്പൊ ഒരു റീസെന്റ് ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതില് എന്നെ തെറിയ അഭിഷേകമാണ്. ഇയാളെ 3 മക്കളെ പ്രസവിച്ചു, ഇയാളെ കൂടെ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ച് ജീവിച്ചു എന്നല്ലാതെ ഞാനൊരു തെറ്റും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. തിരുത്തേണ്ട സമയത്ത് ഇയാളെ തിരുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല. ആ ഒരു കാര്യത്തിൽ തോൽവിയാണ് ഞാൻ. ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു, ഇയാൾക്കൊരു അസുഖമുണ്ട്, മറ്റുള്ള പെമ്പിളാരോട് ചാറ്റിങ്, വീഡിയോ കോളിങ്. ഒരു ഭാര്യ നിലനിൽക്കെ പ്രേമം, ഭയങ്കര പ്രേമം, ഒടുക്കത്തെ പ്രേമായിരിക്കും. ഇതാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ചില ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഓലണ്ട ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന് ജീവിതമല്ലാന്ന്. അതുകൊണ്ട് ദ്രോഹിക്കാൻ പറ്റുന്നിടത്തോളൊക്കെ ദ്രോഹിക്കും. ഇതൊക്കെ സഹിച്ചിട്ടേ ഇന്നുള്ള കാലത്ത് ഒരു പെണ്ണും നിൽക്കൂല. ഇങ്ങനെയുള്ള കോഴികളൊപ്പം തീരെ നിൽക്കരുത്. ഇത് ഇന്റെ ഒരു അപേക്ഷയാണ്. ഇവനിങ്ങനെ ഒഴിവാക്കിയിട്ടേ ആ പെണ്ണ് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് അന്തസ്സായിട്ടാണ് ജീവിക്കണത്. അല്ലാതെ ഇവന്റെ മാതിരി ചാറ്റിങ്ങും ചീറ്റിംഗ് ആയിട്ട് നടക്കല്ല. ഇവിടെ ഇപ്പം മാസമായത് ആരാണ്? അതാണ് ഇജ്ജ് മനസ്സിലാക്കാത്തത്. അല്ല, മാസിന്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യല്ലേ? അല്ല, എന്താ എൻ്റെ മാസമൊക്കെ പോയോ? ഷെരീഫിന്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൂടി കൊടുക്കാതെ മാളത്തിൽ പോയി ഒളിച്ചതാ. അന്നത്തെ മാസ് ഡയലോഗൊക്കെ കേൾക്കണം. ഷെരീഫെ എന്നെ തീർക്കൂട, ഷെരീഫെ എന്നെ എന്താ ഇത് കഥ? അപ്പൊ എനക്ക് അറിയാം എൻ്റെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടിക്ക് കൈ തരുന്നു. അപ്പോൾ ഓരോരുത്തരത്ത് മുട്ടുമ്പോഴേ ആളും തരം നോക്കി മുട്ടുകൊണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇനി എളുപ്പം പോയിട്ടേ എന്തേലൊക്കെ വാരി വലിച്ച് കയറ്റിയിട്ട് വാ, തെറി പറയണ്ടേ? ആകെ അതെല്ലാം അറിയാം. എന്തായാലും എൻ്റെ പോലെ ചിരിപ്പിക്കണ മാസം ഡയലോഗ് അറിയണമെന്നേ ഞാനല്ല, ഞാൻ പോവുകയാണ്. അവനവന് വേണമെങ്കിൽ നന്നായിക്കോളി, ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ. എന്നാൽ പിന്നെ അടുത്തൊരു കുണ്ടൻ നായ്ക്കളെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.